ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന നല്ലൊരു ഐറ്റമാണ്. ബീഫോ മുട്ടയോ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു മസാലക്കൂട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന എല്ലാം വളരെ ചെറുതായിട്ട് പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കുഴഞ്ഞു കിട്ടും. ഇപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു തക്കാളി, അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ്, ഇനി കുറച്ച് വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇതുപോലെ പൊടിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിന് പകരം മുട്ടയോ ചിക്കനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇതുപോലൊരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള 1 സ്പൂൺ അളവിലുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കാം. ഇത് നല്ലപോലെ വെന്ത് കുഴഞ്ഞു വരണം. അതിനായിട്ട് ഞാനിവിടെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിൽ 1 കപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ പൊടി തന്നെ ഇതിലേക്ക് എടുക്കാൻ വേണ്ടി നോക്കുക. ഇതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉപ്പും 1 നുള്ള് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പും മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. കോൺഫ്ലവർ പൊടി ആയതുകൊണ്ട് ആദ്യം ഇളക്കിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും, കാരണം അടിയിൽ കട്ടയായിട്ട് ഉറഞ്ഞു നിൽക്കും. പിന്നെ ഇളക്കി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി ഇത് റിസ്കിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു റിസ്ക് എടുത്തിട്ട് ആദ്യം ഈ ഒരു മിക്സിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു ബീഫിൻ്റെ മിക്സ് കുറച്ച് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്കായിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഒരു റസ്ക് എടുത്തിട്ട് ഈ ഒരു കോട്ടിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ അടുത്തതും ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിനായി ഒരു റസ്ക് എടുത്ത് ഈ ഒരു മിക്സിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് കുറച്ച് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു ബീഫിൻ്റെ മിക്സും കൂടെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും അതിന് മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു റസ്ക് കൂടി ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്. ഇത് മുങ്ങിക്കിടക്കാൻ പാടില്ല. ഇതുപോലെ ചെറുതായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓരോന്നോരോന്നായി അടുക്കി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരമാകുമ്പോഴേക്ക് ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടും. പിന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ റസ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട്. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പുതുമയുമാണ്. അവർക്ക് കഴിക്കാനും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അതുപോലെ തന്നെ ഇത് വെച്ച് കൊടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. നോമ്പ് സമയങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ടൈമാണ്. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് കുഴയ്ക്കാതെ പരത്താതെയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. നല്ല മസാലയോട് കൂടി നല്ല പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടും അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു പലഹാരമാണ്. ചൂടോടുകൂടി കഴിക്കാനാണെങ്കിലും ചൂടാറിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.